ഹായ് ഡേയ്സ്, എൻ്റെ ഫ്രണ്ട് ബിജിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ട് ഞാനിന്ന് കാണിക്കുന്നത്. ബിജീൻ്റെ പഴയൊരു ഡബിൾ സർക്കിൾ അംബ്രല്ല ഫ്രോക്കിൻ്റെ സ്കർട്ട് പോർഷനും അവളുടെ കയ്യിലുണ്ടായിരുന്ന 1/2 മീറ്റർ വൈറ്റ് കളർ നെറ്റിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു കട്ട് പീസും ഉപയോഗിച്ചാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചൊക്കെ അഴിച്ചെടുത്തിട്ട് സ്കർട്ട് പോർഷൻ മാത്രമായിട്ടാണ് അവൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വള്ളിക്കായിട്ട് 2 ഇഞ്ച് വീതിയിലുള്ളൊരു പീസും എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് 4.5 ഇഞ്ചിലുള്ളൊരു പീസും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്യാനായിട്ട് സ്കർട്ട് പോർഷൻ ചുളിവുകളൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് വിരിച്ചെടുക്കാം. സ്റ്റിച്ച് അയച്ചെടുത്ത സമയത്ത് കുഞ്ഞു കുഞ്ഞു കീറലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ താഴ്ഭാഗം 1 ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. സ്കർട്ടിലെ ലെങ്ത്ത് വേണ്ടത് 23 ഇഞ്ചാണ്. കറക്റ്റ് ലെങ്ത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് പോയാൽ നമ്മൾ 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് ആ ഒരു കറക്റ്റ് ലെങ്ത്ത് തന്നെ നമുക്ക് ഇലാസ്റ്റിക് കിട്ടും കേട്ടോ. താഴ്ഭാഗത്തിൽ നിന്ന് മുകളിലേക്കാണ് ഞാനിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ അരവണ്ണം ഇതിനുണ്ടാവും. വലിയ ആളുടെ അളവിനനുസരിച്ച് കട്ട് ചെയ്തതായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് അരവണ്ണത്തിന് അനുസരിച്ച് ഒന്ന് ഞൊറിവുകൾ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ വിരിച്ചെടുത്തിട്ടുണ്ട്. 24 ഇഞ്ചാണ് കുട്ടിയുടെ അരവണ്ണം വരുന്നത്. അതിൻ്റെ 4 ഭാഗത്തിലൂടെ 4 ഇഞ്ച് കൂടി കൂട്ടിയെടുത്തിട്ട് 10 ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 22 ഇഞ്ച് ലെങ്ത്തിലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് സ്കർട്ടിൻ്റെയും ലൈനിങ്ങിൻ്റെയും താഴ്വശം മടക്കി തയ്ച്ചതിന് ശേഷം സ്കർട്ടിൻ്റെ നല്ല വശം ലൈനിങ്ങുമായിട്ട് വെച്ചിട്ടൊന്ന് ഞൊറിവുകളിട്ട് തയ്ച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് 4.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിനെ 28 ഇഞ്ച് നീളത്തിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെയിം അളവിൽ തന്നെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് കൂട്ടി അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 വശവും 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി തയ്ക്കാം. ശേഷം ഈ ഒരു ഭാഗത്ത് സ്കർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ശേഷം ഈ ഒരു ഭാഗം സ്കർട്ടിൻ്റെ സ്റ്റിച്ച് ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുട്ടിയുടെ അരവണ്ണത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 22 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനുള്ളിലൂടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് ഇലാസ്റ്റിക്കിന് മുകളിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്കർട്ട് പോർഷൻ വേറെയും ലൈനിങ് വേറെയും ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം സ്കർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ നിന്നും 2 വശത്തേക്കും 3 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. സെയിം അളവിൽ തന്നെ ബാക്കിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 20 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിയിലുള്ളതുമായ ഒരു വള്ളിയാണ് ഞാനിതിൽ വെച്ച് തയ്ച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതുപോലെ 4ആയി മടക്കിയെടുക്കുന്നുണ്ട്. 2 ഇഞ്ച് വിട്ടാണ് കേട്ടോ നെക്കിനെടുക്കുന്നത്. 4.5 ഇഞ്ച് ലെങ്ത്തിൽ ഫ്രണ്ട് നെക്കും 2.5 ഇഞ്ച് ലെങ്ത്തിൽ ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡർ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് 5 ഇഞ്ചിൽ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കും. കുട്ടിയുടെ ചെസ്റ്റ് അളവ് വരുന്നത് 28 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 9 ഇഞ്ചിൽ നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് രൂപത്തിൽ വരച്ചെടുക്കാം. ശേഷം ഈ ഒരു കോർണറിൽ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഷേപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തെ അളവ് വരുന്നത് 24 ഇഞ്ച് ആയതുകൊണ്ട് 8 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതിലൂടെ 2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 15 ഇഞ്ചിൽ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 5 ഇഞ്ചാണ്. അതിലൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയെടുത്തിട്ട് 6 ഇഞ്ചിൽ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിന് തൊട്ട് മുകളിലായിട്ട് 3 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലുമായിട്ട് ഒരു ബോക്സ് രൂപത്തിൽ വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം കൈയിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയടുത്ത് നിന്നും 5.5 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും താഴ്ഭാഗത്തേക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ബോക്സ് രൂപത്തിൽ വരച്ചെടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചെടുക്കാം. 15 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് വേണ്ട ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് മുകളിലായിട്ട് ടോപ്പിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നെക്ക് തയ്ച്ചെടുക്കാം. നെക്ക് തയ്ച്ചെടുത്തതിന് ശേഷം സ്ലീവും ടോപ്പ് പോർഷനൊക്കെ ഒന്ന് ലൈനിങ്ങുമായിട്ട് പതിച്ച് തയ്ച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് സ്ലീവിൽ ഇതുപോലെ ഞൊറിവുകൾ ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം സ്ലീവിൻ്റെ താഴ്വശത്ത് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് 4 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിൽ അളവുകൾ മാർക്ക് ചെയ്തെടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം താഴ്വശം 1/2 ഇഞ്ച് വീതിയിൽ 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.